കേരളത്തിലെ മതങ്ങളുടെ വരവ്. പ്രാചീന കേരളവും ജൈന ബുദ്ധ മതങ്ങളും. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ആരാധനാരീതികൾ ദ്രാവിഡ സ്വഭാവമുള്ളവയായിരുന്നു. എന്നാൽ BC 3-ാം നൂറ്റാണ്ടോടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ജൈനമതം. BC 3-ാം നൂറ്റാണ്ടിലാണ് ജൈനമതം കേരളത്തിലെത്തിയത്. ഇരിഞ്ഞാലക്കുടയിലെ പ്രശസ്തമായ കൂടൽമാണിക്യം ക്ഷേത്രം ഒരു കാലത്ത് ഭരതന് സമർപ്പിക്കപ്പെട്ട ജൈന ക്ഷേത്രമായിരുന്നു. ബുദ്ധമതം. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതവും ഇവിടെ പ്രചരിച്ചു. സംഘകാല കൃതിയായ മണിമേഖലയിൽ ബുദ്ധമതത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കരുനാഗപ്പള്ളി താലൂക്കുകളിൽ നിന്നും നിരവധി ബുദ്ധവിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടിക്കുട്ടൻ എന്നറിയപ്പെടുന്ന വിഗ്രഹം ഇന്നും പ്രശസ്തമാണ്. 8-ാം നൂറ്റാണ്ടോടെയാണ് ബുദ്ധമതം കേരളത്തിൽ ക്ഷയിക്കാൻ തുടങ്ങിയത്. ക്രിസ്ത്യൻ ജൂതമതങ്ങളുടെ വരവ്. ക്രിസ്തുമതം. AD 52-ൽ സെന്റ് തോമസ് വഴിയാണ് കേരളത്തിൽ ക്രിസ്തുമതം എത്തിയത്. അദ്ദേഹം ഇവിടെ മലയങ്കര, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നിങ്ങനെ 7 പള്ളികൾ സ്ഥാപിച്ചു. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടു. ജൂതമതം. AD 68-ൽ കൊടുങ്ങല്ലൂരിലാണ് ആദ്യമായി ജൂതന്മാർ എത്തിയത്. പിന്നീട് 1567-ൽ മട്ടാഞ്ചേരിൽ പ്രശസ്തമായ വൈറ്റ് ജ്യൂസ് സിനഗോഗ് നിർമ്മിക്കപ്പെട്ടു. 1948-ൽ ഇസ്രായേൽ രാജ്യം രൂപീകൃതമായതോടെ ഭൂരിഭാഗം ജൂതന്മാരും അങ്ങോട്ട് കുടിയേറി. ഇസ്ലാം മതവും അറക്കൽ രാജവംശവും. ഇസ്ലാം മതം. ഏകദേശം AD 644-ൽ മാലിക് ഇബ്നു ദീനാർ വഴിയാണ് ഇസ്ലാം മതം കേരളത്തിൽ പ്രചരിച്ചത്. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ചേരമാൻ മസ്ജിദ് സ്ഥാപിച്ചു. അറക്കൽ രാജവംശം. കേരളത്തിലെ ഏക മുസ്ലിം ഭരണകൂടമായിരുന്നു കണ്ണൂർ കേന്ദ്രമായുള്ള അറക്കൽ രാജവംശം. ഇവിടുത്തെ പുരുഷ ഭരണാധികാരിയെ അലി രാജ എന്നും സ്ത്രീ ഭരണാധികാരിയെ അറക്കൽ ബീവി എന്നും വിളിക്കുന്നു.